തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും സമീപിക്കാവുന്ന സൗമ്യനായ വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നമുക്ക് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ ജി സുധാകരനിലേക്ക് പോകാം. ശാസ്ത്രം, കല, സാഹിത്യം, അതുപോലെ തന്നെ മനുഷ്യൻ ആർജിച്ച എല്ലാ വൈജ്ഞാനിക ശാഖകളിലും ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളെ പറ്റിയും അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. ആ അറിവ് പൊതുജനങ്ങളോട് പ്രകാശിപ്പിക്കാനുള്ള അതിൻ്റെ സാധാരണമായ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കുറവുള്ള ഒരു കാലത്താണ് അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരും അറിവും ആശയവിനിമയത്തിലുള്ള അസാധാരണമായ പ്രതിഭയും കാരണം എടുത്ത് കാണിക്കുന്ന നേതാവായിരുന്നു. മാർക്സിസ്റ്റ് ലെനിനിസത്തെ വലതുപക്ഷ ഇടതുപക്ഷ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ സന്നിവേശിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം കാണിച്ച കഴിവാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏതാണ്ട് ഇപ്പോൾ 24 പാർട്ടി കോൺഗ്രസുകളിൽ 15 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുക്കാൻ കഴിയും. അതിൽ നിരവധി പാർട്ടി കോൺഗ്രസ് അദ്ദേഹം ഉണ്ടായിരുന്നു. മഹാനായ BTR-നും EMS-നും ജ്യോതിബാസുമൊക്കെ അടക്കമുള്ള ആ നേതൃത്വ നിലയിൽ പ്രസിഡീയത്തിലോ വേദിയിലെ നേതൃത്വ നിലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ BTR ആയിരുന്നു അദ്ദേഹം PBയിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്. BTR-ന് ശേഷം ആ ചുമതല രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്ന ചുമതല പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിക്കാണ് ലഭിച്ചത്. അത്രമാത്രം അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിനും പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്നത്. വലിയൊരു നഷ്ടമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് പകരം ഒരാളില്ല എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരാളില്ല, അദ്ദേഹത്തിന് തുല്യനായ ഒരാളില്ല എന്നുള്ളതാണ്. എങ്കിലും പാർട്ടി ഈ നേതൃത്വപരമായിട്ടുള്ള ഈ ശൂന്യതയെ അതിജീവിക്കും, അതിന് യാതൊരു സംശയമില്ല. അതിനെ പറ്റിയ നേതൃത്വത്തെ പോലീസുകളെ കണ്ടെത്തുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ അനുശോചനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുല്യനായി വിളങ്ങിയ അദ്ദേഹത്തിന് എക്കാലത്തും ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭ്യമായി കഴിഞ്ഞുവെന്ന് അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുക.